കൊച്ചി വിമാനത്താവളത്തിൽ ആദ്യ അരുമമൃഗമെത്തി. ഖത്തറിൽ നിന്നെത്തിയ ചേലക്കര സ്വദേശി രാമചന്ദ്രന്റെ പൂച്ച ഈവയാണ് കേരളത്തിൽ ആദ്യമായി പറന്നിറങ്ങിയ അരുമമൃഗം. അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം വഴി കൊച്ചി വിമാനത്താവളത്തിൽ ആദ്യ ഓമനമൃഗമെത്തി. ഖത്തറിൽ നിന്നുമെത്തിയ ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി എത്തിയത്. 25 വർഷത്തിനിടയിൽ ആദ്യമായാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തു നിന്നും ഓമനമൃഗം എത്തുന്നത്. കഴിഞ്ഞ മാസമാണ് അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷന് അനുമതി ലഭിച്ചത്. ഇവ എന്നു പേരുള്ള പൂച്ചക്കുട്ടിയുമായി ഖത്തറിൽ നിന്നും എത്തിയത് ചേലക്കര സ്വദേശി രാമചന്ദ്രനും മകനുമാണ്. ഖത്തറിലെ വഴിയരികിൽ നിന്ന് ലഭിച്ച പൂച്ചക്കുട്ടി ഉപേക്ഷിക്കാൻ തോന്നിയില്ലെന്ന് രാമചന്ദ്രൻ പറയുന്നു. 340 റിയാലാണ് പൂച്ചക്കുട്ടിയെ കേരളത്തിലെത്തിക്കാൻ ചെലവായ തുക. സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ 7 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി. വിദേശത്തു നിന്നും കൂടുതൽ വളർത്തുമൃഗങ്ങൾ വരും ദിവസങ്ങളിൽ നെടുമ്പാശ്ശേരിയിലെത്തും. മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധ ഉണ്ടെങ്കിൽ 15 ദിവസം ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷമാകും ഉടമകൾക്ക് വിട്ടു നൽകുക. പറയാനില്ല, ഇത് ഞങ്ങളവിടെ RNG ഓഫീസിൽ അന്വേഷിച്ചതിന് സാധനം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുത്തോളം ഓക്കെ ആക്കി തരാമെന്നില്ല പേപ്പർ. അപ്പോൾ എല്ലാം ക്ലിയറാക്കി തന്നു. ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പേപ്പേഴ്സ് ഞങ്ങൾ ക്ലിയറാക്കി. അത് വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ക്ലിയറാക്കി തന്നു. ഇറങ്ങിയോടെ തന്നെ ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാവരും ആൾക്കാരുണ്ടായിരുന്നു. 1 വർഷമായിട്ടുള്ളത് ചെറിയ കുഞ്ഞ് കിട്ടിയതാണ്. ഇവിടുന്ന് കിട്ടിയത് അത് കരയിനുണ്ട് പിടിച്ചുകൊണ്ട് വളർത്തിയത്. അത് എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. പിന്നെ അതിനെ കളയാൻ തോന്നിയില്ല, ഞാൻ പോരൊക്കെ നിർത്തി പോന്നു. ബ്രീഡ് ഡൊമസ്റ്റിക് ബ്രീഡാണ്. ഖത്തറിൽ ഇപ്പോൾ അവിടെ ഫ്ലൈറ്റിനെ ചെക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ബ്രീഡാണ്. നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ്, നമ്മൾ വാങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് കറക്റ്റ് ബ്രീഡ് ഏതാണെന്ന് അറിയില്ല. അത് ഒരു കൊല്ലമായിട്ട് വളർത്തുന്നു. അപ്പോൾ പിന്നെ അവിടെ വിട്ടിട്ട് പോകാൻ പറ്റിയില്ല, അത് മനസ്സിൽ അനുവദിച്ചില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് ആദ്യമൊന്നും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ അതൊന്ന് ക്ലിയറായി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസിയായിരുന്നു. പ്രൊസീജിയറൊക്കെ ഉറപ്പാക്കി എല്ലാം ചെയ്തു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ അച്ഛനായിട്ട് അവിടെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് വന്ന് കരയെന്ന് കേട്ടപ്പോൾ പോയി നോക്കിയതാണ്.